ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഞണ്ട് ഫ്രൈ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ഞണ്ട് കിട്ടി. കുറേ ദിവസമായിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതായിരുന്നു. അപ്പം നല്ല വലുപ്പമുള്ള ഞണ്ടും നല്ല ടേസ്റ്റുള്ളൊരു ഞണ്ടും. അപ്പം ഇത് വളരെ പെട്ടെന്ന് തന്നെ നല്ല സിമ്പിളായിട്ടുള്ള ഒരു ഞണ്ട് ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു റെസിപ്പിയാണ് കാണിക്കുന്നത്. അതിന് നമുക്കിവിടെ ഇവിടെ 1 കിലോ ഞണ്ടായിരുന്നു നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അത് ഞാനും സോയയും കൂടെയൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. അപ്പം ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അത്യാവശ്യം വലിപ്പമുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലോണം കഴുകുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ കഴുകുമ്പോൾ സിങ്കിൽ വെച്ചിട്ട് തന്നെ കഴുകണം. അപ്പോൾ നമുക്ക് വേറെ പുറത്തുനിന്നൊന്നും കഴുകാനുള്ളൊരു ഇതൊന്നുമില്ല. അപ്പം നമ്മൾ അകത്തുനിന്ന് തന്നെ കഴുകിയിട്ട്, അപ്പോൾ അത്യാവശ്യം നല്ല സ്മെല്ലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ നന്നായിട്ട് കഴുകി സോപ്പ് പൊടിയും ഒക്കെ ഉപയോഗിച്ച് കഴുകുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഞണ്ടൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കുകയാണ്. സോയക്ക് നമുക്ക് ഉണ്ടാവുമല്ലോ അല്ലേ, ചെറുതാകുന്ന സമയത്ത് മീനിലൊക്കെ കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒരു ഇഷ്ടം, മീൻ മുറിക്കുന്നതോ ആ സമയത്തൊക്കെ നമ്മളുടെ ബാല്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും മീനിൽ കളിക്കാൻ. അതുപോലെ തന്നെ സോയ ചോദിച്ചപ്പോൾ ഞാൻ സമ്മതിക്കുക കേട്ടോ ചെയ്തത്. നമുക്കറിയാലോ ആ ഒരു സമയത്തുള്ളൊരു ഇഷ്ടം. അപ്പം ഞാനും സോയയും കൂടെ അവിടെ അപ്പം ഇതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. അതിനുള്ളിലുള്ള ആ അഴുക്കും അതിന് ചുറ്റുമുള്ള ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഒക്കെ ഒന്ന് വൃത്തിയാക്കി മാറ്റുകയാണ്. അപ്പം നാട്ടിലൊക്കെ നമുക്ക് ഞണ്ട് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. നമുക്ക് സൗദിയിൽ ഇത് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെ ആയിരുന്നു, ഞണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എത്ര കഴുകിയിട്ടും എനിക്കൊരു തൃപ്തിയില്ല. അതിപ്പോൾ ഫിഷ് ആയാലും ചിക്കൻ ആയാലും ഒക്കെ എനിക്ക് അങ്ങനെയാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം, എന്നാൽ മാത്രമേ ഒരു സമാധാനത്തിൽ കഴിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൽ കഴുകാറുണ്ട്. പിന്നെ ഇതിൻ്റെ അറ്റം ഒക്കെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പം ഞാൻ പറ്റുന്നിടത്തോളമൊക്കെ വൃത്തിയാക്കി അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് അത്യാവശ്യം വലിപ്പമുള്ളതിന് അപ്പോൾ അതിൻ്റെ സെൻറ്ററൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പിൽ 2 കഷ്ണാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഉള്ളി എടുത്തിട്ടുണ്ട്, വലിയുള്ളി നമ്മളൊരു 2 വലിയുള്ളിയും, അതുപോലെ തന്നെ ഇഞ്ചി, തക്കാളി, പച്ചമുളക്, പിന്നെ മല്ലിച്ചപ്പുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനിതാ കുക്കർ വെച്ചിട്ടുണ്ട്. അത് ചൂടായ ശേഷം ഓയിൽ ഒഴിച്ച്, അതുപോലെ തന്നെ അതിലേക്ക് ഇഞ്ചി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വെളുത്തുള്ളി ഇടണം. പക്ഷേ ഇവിടെ വെളുത്തുള്ളി നിലവിൽ നമ്മളെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇഞ്ചി മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇഞ്ചി ഇട്ട് പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. വലിയുള്ളിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ 3 വലിയുള്ളി മുറിച്ചത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാറുണ്ട് എന്നുള്ളത്. അപ്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുകയാണ്. നമ്മൾ നാട്ടിലാണ സമയത്ത് കല്ലുപ്പാണ് അധികം യൂസ് ചെയ്യാറുള്ളത്. അപ്പം ഇവിടെ പൊടിയുപ്പാണുള്ളത്. അപ്പോൾ അതിട്ട് കൊടുത്ത് കല്ലുപ്പ് മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുക കേട്ടോ. പൊടിയുപ്പിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് പൊടിയുപ്പ് തന്നെ വേണ്ടി വരും. അപ്പം അല്ലെങ്കിൽ നമുക്ക് കറി പോലെയുള്ള ഐറ്റംസിനൊക്കെ മാക്സിമം കല്ലുപ്പ് യൂസ് ചെയ്യുക. ഇപ്പം ഉള്ളി ഒരുവിധം വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു തക്കാളിയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ആ ഒരു തക്കാളി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് വാടി വരുന്ന സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടീസ്പൂണാണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ദെൻ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ മസാല ഇട്ട് കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി നമ്മൾ ഈസ്റ്റേണിൻ്റെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഈസ്റ്റേണിൻ്റെ മഞ്ഞൾപ്പൊടി എടുക്കാൻ കാരണം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ മഞ്ഞൾപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഈസ്റ്റേണിൻ്റെതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ.
ഞണ്ട് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും പക്ഷേ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഐറ്റമാണ്. ഇപ്പോൾ തന്നെ ഞണ്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഞണ്ട് നമുക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുള്ള വെള്ളമാണ്, കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളത് കുക്കർ വെച്ചിട്ട് വിസിൽ വെച്ചിട്ടുണ്ട്. ഇനി അതൊരു 3 വിസിലായി കഴിഞ്ഞാൽ നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ട് വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചേർത്തിട്ട് അതിലേക്ക് കറിവേപ്പിലയും മല്ലിച്ചപ്പ് മാത്രമാണുള്ളത്, അതുകൊണ്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വെന്ത് വന്നിട്ടുള്ള ഞണ്ട് നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് അതിൽ വെള്ളം വറ്റുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് ഞണ്ടിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് അതിൻ്റെ ഞണ്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് ഗ്രേവി കിടന്നിട്ട് നല്ല ഫ്ലേവറായിരിക്കും. അപ്പം എല്ലാവരും ഇത് വളരെ ഈസിയാണ്, അധികം ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റുന്നവരെ നമുക്കിനി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നല്ല കുറുകി നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്ത സമയത്തുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. ജസ്റ്റ് ഞണ്ടിൻ്റെ ഉള്ളിൽ നിന്നും അത്യാവശ്യം ഇറച്ചിയൊക്കെ ഉണ്ട് ഞണ്ടിൻ്റെ ഉള്ളിൽ. അപ്പം അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഇനി നമ്മൾ ഭക്ഷണം കഴിക്കുകയാണ്. മറ്റു കറികളും കൂടെ ഉണ്ട്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഈ ഞണ്ട് ഫ്രൈ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.